എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്നത്തെ റെസിപ്പി സദ്യ സ്പെഷ്യൽ പച്ചടിയാണ്. വീഡിയോ കണ്ടു കഴിയുമ്പോൾ റെസിപ്പി ഇഷ്ടമായാൽ ഈ വിഷുവിന് എല്ലാവരും തയ്യാറാക്കി നോക്കൂ. ഇതിപ്പോൾ തയ്യാറാക്കിയ ഉടനെ ആയതുകൊണ്ടാണ് കുറച്ച് ലൂസായിട്ടിരിക്കുന്നത്. ഒരു 10 മിനിറ്റ് കഴിയുമ്പം നമ്മുടെ പച്ചടി കറക്റ്റ് പാകമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നതെന്ന് വീഡിയോ എല്ലാവരും കണ്ടു നോക്കൂ. അതിനു മുൻപ് എല്ലാവർക്കും ഞങ്ങളുടെ വിഷു ആശംസകൾ. അപ്പോൾ ഇന്ന് പച്ചടി തയ്യാറാക്കിയെടുക്കുന്നത് വെള്ളരിക്ക കൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇത്രയും എടുക്കുന്നില്ല, ഇതിൻ്റെ ഒരു ചെറിയ കഷ്ണമാണ് ഇന്നത്തെ കറിയിലേക്ക് എടുക്കുന്നുള്ളൂ. നമ്മുടെ ചാനലിൽ ഇതിനു മുൻപും പച്ചടി റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബീട്രൂട്ട് കൊണ്ടുള്ളതാണ്. അപ്പോൾ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടു നോക്കൂ കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് റെസിപ്പിയാണ് ഇഷ്ടമായതെന്ന് വെച്ചാൽ ഈ വിഷുവിന് തയ്യാറാക്കി നോക്കൂ. ഈ ഒരു ചെറിയ കഷ്ണം വെള്ളരിക്ക മാത്രമാണ് ഇന്നത്തെ പച്ചടിയിലേക്ക് എടുക്കുന്നുള്ളൂ. അതിൻ്റെ തൊണ്ടൊക്കെ ഞാനൊന്ന് കളഞ്ഞെടുത്തുകൊണ്ട് വരാം. ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമ്മൾക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് കട്ട് ചെയ്യണം. അപ്പോൾ സാധാരണ പച്ചടിയിലേക്ക് തയ്യാറാക്കുമ്പം ഈ രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഒരുപാട് വലിപ്പവും പാടില്ല, എന്നാൽ തീരെ പൊടിയായിട്ട് അരിയുകയും ചെയ്യരുത്. വെള്ളരിക്കയാണ്, ഒന്ന് തിളച്ച് കഴിയുമ്പോഴേക്കും അത് വെന്തു പോവും. അതുകൊണ്ട് തീരെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കാതിരിക്കുക. ഈ ഒരു സമയത്ത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അതുപോലെ തന്നെ സദ്യ സ്പെഷ്യലായിട്ട് ഒരുപാട് റെസിപ്പീസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടു നോക്കൂ. അപ്പോൾ വെള്ളരിക്ക എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് എളുപ്പത്തിൽ തന്നെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കഷ്ണങ്ങളെല്ലാം ഞാനൊരു മൺചട്ടിക്കകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് വളരെ കുറച്ച് ഇപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നീട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി വെള്ളരി കഷ്ണങ്ങൾ വേവാൻ ആവശ്യമായ വെള്ളം കൊടുക്കുക. ഒരുപാട് വെള്ളം കൊടുക്കരുത്. ആ കഷ്ണത്തിൻ്റെ മുകളിൽ വെള്ളം നിൽക്കത്തക്ക രീതിയിൽ മാത്രം കൊടുത്താൽ മതി. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കണം. അപ്പോൾ വെള്ളരിക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും കേട്ടോ. ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ട് ആ മൺചട്ടി സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. തീ സമയത്തൊന്ന് കൂട്ടി വെച്ച് കൊടുക്കുക. ഒന്ന് ചൂടായി കഴിയുമ്പോൾ അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ ഇരുന്ന് വേവുന്ന സമയം കൊണ്ട് നമ്മൾക്ക് ഇതിനകത്തേക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. ഞാൻ ഈ ഒരു ബൗളിന് 3/4 ബൗള് നാളികേരം എടുത്തിട്ടുണ്ട്. അതായത് 5 സ്പൂൺ നാളികേരം. അതുപോലെ തന്നെ 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. പച്ചമുളക് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് കേട്ടോ. ഇനി നമ്മൾക്ക് ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് എടുത്തു വച്ചിരിക്കുന്ന നാളികേരം ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ പച്ചമുളകും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എരിവ് നോക്കിയിട്ട് നിങ്ങൾ പച്ചമുളക് എടുക്കുക കേട്ടോ. ഇത് അത്യാവശ്യം നല്ല എരിവുള്ളത് കൊണ്ട് ഞാൻ 2 പച്ചമുളകേ എടുത്തിട്ടുള്ളൂ. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നല്ല പോലെ അരച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഇതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഈ ഒരു രീതിയിലായിരിക്കണം ഇത് അരച്ചെടുക്കേണ്ടത്. ഒരുപാട് വെള്ളം ചേർത്ത് അരയ്ക്കരുത് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കണം. 1/2 സ്പൂണിലും കുറച്ചും കൂടി കൂടുതലായിട്ട് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ജീരകം ചേർക്കാറുണ്ട്. അപ്പോൾ ഇവിടങ്ങളിൽ ജീരകം ചേർക്കാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ ജീരകം ചേർക്കുന്നില്ല. ചേർക്കാതെ തന്നെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ നമ്മൾ വേവാൻ വെച്ചിരിക്കുന്ന കഷ്ണങ്ങളൊക്കെ ഈ സമയം കൊണ്ട് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. വെന്തങ്ങ് കുഴഞ്ഞു പോകരുത് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഞാൻ 1-2 പ്രാവശ്യം ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു പാകത്തിനായിരിക്കണം കിട്ടേണ്ടത്. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് അരച്ചെടുത്തുകൊണ്ട് വന്നിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുക. ഇതുപോലെയായിരിക്കണം അരച്ചെടുക്കേണ്ടത്. നല്ല കട്ടിയായിട്ട് അരച്ചെടുക്കുക. അതും കൂടി ചേർത്ത് കൊടുക്കുക. ഈ പച്ചടിയും കിച്ചടിയും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. ചില നാട്ടിൽ പറയുന്ന പേരിലും വ്യത്യാസമുണ്ട്. ഇവിടെ ഇതിനെ പച്ചടി എന്നാണ് പറയണേ. പക്ഷേ ചില നാട്ടിൽ ഇതിനെ കിച്ചടി എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കരുത്. വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇത് ഇരുന്ന് കഴിയുമ്പം നല്ല കട്ടയായിട്ട് തന്നെ നമ്മൾക്ക് കിട്ടും കേട്ടോ. ഇനി ഇത് ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യണം. ഒരുപാട് നേരം സാധാരണ നമ്മൾ കറികൾ തിളപ്പിക്കുന്നത് പോലെ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അരപ്പ് ചേർത്തിട്ട് ഒരു 3 മിനിറ്റ് അത്രേ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനൊരു 3 മിനിറ്റ് നല്ല പോലെ ഇതൊന്ന് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ അരപ്പൊക്കെ കറക്റ്റ് ആ കഷ്ണത്തിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഇല്ലാച്ചാൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. തീ ഈ സമയത്ത് ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക.
ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ്. അപ്പോൾ തൈര് എടുക്കുമ്പം കുറച്ച് പുളിയുള്ള തൈര് നോക്കിയിട്ട് എടുക്കുക. അതായത് നമ്മൾ മാങ്ങ കൊണ്ടൊക്കെ തയ്യാറാക്കി എടുക്കുക വെച്ചാൽ മാങ്ങയ്ക്ക് പുളിയുള്ളത് കൊണ്ട് പുളി കുറഞ്ഞ തൈരാണ് ചേർത്ത് കൊടുക്കാറുള്ളത്. പക്ഷേ ഇത് വെള്ളരിക്ക കഷ്ണമായതുകൊണ്ട് കുറച്ച് പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് കട്ടിയുള്ള തൈരല്ല എടുത്തിരിക്കുന്നത്, ഞാൻ സ്പൂൺ കൊണ്ട് നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ തൈര് ചേർത്ത് കൊടുത്തത്. കാരണം മൺചട്ടി ആയതുകൊണ്ട് നല്ലപോലെ ചൂടായിരിക്കുകയാണ്. ഇനി ആ ഒരു ചൂടിൽ ഒന്ന് തൈര് ചേർത്തിട്ട് ഒരു 2 സെക്കൻഡ് ഒന്ന് വയ്ക്കുക. ഒരുപാട് സമയം ഇട്ടിട്ട് ഇനി തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഇത് കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഇത് കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ നല്ല കട്ടിയോട് കൂടി കിട്ടും കേട്ടോ. നമ്മൾ സദ്യയിലെ ഇലയിൽ വിളമ്പുമ്പോൾ അങ്ങനെ ഒഴുകിയൊന്നും പോവില്ല. ഞാൻ സ്റ്റൗവിൽ നിന്ന് ഇതൊന്നും മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്കിതിനകത്തേക്കൊന്ന് വറുത്തിടണം. അതിന് വേണ്ടിയിട്ടാണ് സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വന്നു കഴിയുമ്പം അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കുക. കടുക് നല്ലപോലെ ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിപ്പോൾ നല്ലപോലെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ പച്ചടിയുടെ മുകളിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുക. വളരെ എളുപ്പത്തിൽ സദ്യയിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന വിഭവമാണ് പച്ചടി. അപ്പോൾ വിഷുവിന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണേ. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും ആരും മറന്നു പോവില്ലേ. എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ വിഷു ആശംസകൾ. മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.